തിരുവനന്തപുരം തിരുവല്ലം സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കെ മരിച്ച സുരേഷിനെ മർദ്ദിച്ചിട്ടില്ലെന്ന പോലീസ് വാദത്തിൽ അന്വേഷണം ആവശ്യമാണ്. മരണകാരണം ഹൃദയാഘാതമാണെങ്കിലും ചതവുകളിൽ അന്വേഷണം വേണമെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പറയുന്നത്. ശരീരത്തിലെ ചതവുകൾ ഹൃദ്രോഗം വർദ്ധിപ്പിച്ചേക്കാം. ഡോക്ടർമാർ അന്വേഷണ സംഘത്തെ ഇക്കാര്യം അറിയിച്ചു. വിനോദാണ് ചേരുന്നത്. വിനോദ വിശദാംശങ്ങൾ. ഇപ്പം നിലവിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ സംഘമാണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. അതായത് മരണകാരണം ഹൃദയാഘാതം കൊണ്ട് തന്നെയാണ്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിൽ തന്നെ ഈ ചതവുകളുടെ കാര്യവും സൂചിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒരു വിശദീകരണമായി വന്നത്, പ്രാഥമിക നിഗമനമായി വന്നത് ഈ ചതവുകൾ മരണകാരണമല്ല എന്നതാണ്. പക്ഷെ ഇപ്പോൾ ഡോക്ടർമാർ നൽകിയിരിക്കുന്ന ഒരു വിവരം ഒരുപക്ഷെ ഈ ചതവുകൾ ഹൃദ്രോഗം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിരിക്കാം. അത് ഹൃദയാഘാതത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കാം എന്നൊരു സംശയമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണങ്ങളും പരിശോധനകളും വേണം എന്ന ഒരു നിർദ്ദേശമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം ഈ വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ പ്രതിഷേധവും ശക്തമാവുകയാണ്. നാളെ VSDP സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ ഇരിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് VSDPയുടെ ആവശ്യം. CBI അന്വേഷണവും അവർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ്. അത് ഈ നടപടിക്രമങ്ങൾ സ്റ്റേഷനിലെ രേഖകൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് അങ്ങനെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. മർദ്ദനവുമായോ അല്ലെങ്കിൽ കസ്റ്റഡി മരണവുമായോ ബന്ധപ്പെട്ടായിരുന്നില്ല അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചതായിരുന്നാലും വീണ്ടും ഈ കസ്റ്റഡി മരണം വിവാദങ്ങളിലേക്ക് വരികയാണ്. ശരി. ചിന്താവാരികയ്ക്ക് മറുപടിയുമായി നവയുഗം. ചിന്തയിലെ ലേഖനത്തിൽ ഹിമാലയൻ വിഡ്ഢിത്തരങ്ങൾ എന്നാണ് നവയുഗം പറയുന്നത്. ശരിയും തെറ്റും അംഗീകരിക്കാൻ CPM-ന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നും തെറ്റ് തുറന്നു പറയാതെ പഴയ തെറ്റുകളെ ന്യായീകരിക്കുന്നതായി നവയുഗത്തിലെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. VV അരുണാണ് ചേരുന്നത്. അരുൺ, രൂക്ഷമായ വിമർശനമാണ്. തിരിഞ്ഞുകൊത്തുന്ന നുണകൾ എന്ന ഹെഡിങ്ങിൽ തന്നെ അതിൻ്റെ തീവ്രത വ്യക്തവുമാണ്. എന്തൊക്കെയാണ് ബാക്കി പറയുന്നത്? CPIക്കെതിരെ ചിന്താവാരിക, CPM-ന്റെ മുഖമാസികയായ ചിന്താവാരിക വിമർശനങ്ങൾക്ക് CPI തങ്ങളുടെ മുഖമാസികയായ നവയുഗത്തിലൂടെ മറുപടി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. രൂക്ഷ വിമർശനമാണ് CPM-നും EMS ഉൾപ്പെടെയുള്ള CPI നേതാക്കൾക്കുമെതിരെ നവയുഗം ഉയർത്തിയിട്ടുള്ളത്. ചിന്തയിലെ ലേഖനത്തിൽ ഹിമാലയൻ വിഡ്ഢിത്തങ്ങളാണ് പറയുന്നതെന്ന് നവയുഗം വിമർശിക്കുന്നു. ശരിയും തെറ്റും അംഗീകരിക്കാൻ CPM-ന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. തെറ്റ് തുറന്നു പറയാതെ പഴയ തെറ്റുകളെ ന്യായീകരിക്കുകയാണ് ലേഖനത്തിൽ ചിന്ത ചെയ്തതെന്നും നവയുഗം കുറ്റപ്പെടുത്തുന്നു. EMS-നും രൂക്ഷ വിമർശനമുണ്ട്. പിളർപ്പിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലതും ശരിയായിരുന്നില്ല. നക്സൽബാരി പ്രസ്ഥാനം ഉടലെടുത്തതിന്റെ ഉത്തരവാദിത്വം CPM-നാണെന്ന് നവയുഗം കുറ്റപ്പെടുത്തുന്നു. ഇക്കാര്യത്തിൽ CPM സ്വയം വിമർശനം നടത്തണം. യുവാക്കൾക്ക് സായുധ വിപ്ലവ മോഹം നൽകിയത് CPM-ആണെന്നും നവയുഗത്തിലൂടെ CPI ആരോപിക്കുന്നു. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ജയിലിലായില്ല എന്ന് പറയുന്ന വാദം തെറ്റാണ്. അറസ്റ്റായവരുടെ കൂട്ടത്തിൽ ചിത്തരഞ്ജനും ഉണ്ണിരാജ്യം അടക്കം കേരളത്തിലെ 18 CPI നേതാക്കളുണ്ടായിരുന്നു. ഇവരെ ആരാണ് ജയിലിലടച്ചത് എന്ന് നവയുഗം ചോദിക്കുന്നു. കൂട്ടത്തിലുള്ളവരെ വർഗവഞ്ചകർ എന്ന് വിളിച്ചത് EMS ആണെന്നും നവയുഗം ലേഖനത്തിലൂടെ കുറ്റപ്പെടുത്തുന്നു. വിവരണമാണ് വിവരങ്ങൾ നൽകിയത്.